ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ബിനോണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ വരാൻ കാരണം വെച്ചാൽ നമുക്കൊരു എട്ടിൻ്റെ പണി, നമുക്ക് മാത്രമല്ല ഒരുപാട് വണ്ടികൾക്ക് എട്ടിൻ്റെ പണി കിട്ടി. വേറെ ഒരുപാട് വണ്ടികൾ എട്ടിൻ്റെ പണി മേടിച്ചിട്ട് അന്ന് എൻ്റെ കൂടെ പോയത്. അപ്പോൾ ഞാൻ കണ്ടു നിൽക്കുകയാണ്. നമ്മുടെ ഈ ഓവർലോഡായിട്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 200-300 കിലോ ഒക്കെ കൂടിയാലും നമ്മൾ ചിലപ്പോൾ അത് കാര്യമാക്കാറില്ല. നമ്മളങ്ങനെ തന്നെയാണ് പോരും. ഇത് കമ്പനിയിൽ നിന്ന് നമ്മളങ്ങോട്ട് പോരും. കാരണം ചില കമ്പനിക്കാർ പറയും 100 കിലോ കൂടിയാലും കുഴപ്പമില്ല, 200 കിലോ കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതറിയാത്ത കുറേ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടോ, ശ്രദ്ധിച്ച് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരും അതനുസരിച്ച് ചെയ്യുക. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മുടെ വണ്ടി ഇന്നിപ്പോൾ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ വണ്ടി പിടിച്ചിട്ട് 400 കിലോ കൂടുതലുണ്ടായുള്ളൂ. നമ്മൾ വർത്താനം പറഞ്ഞ കാര്യം പുതിയ പുതിയൊരു സ്ക്വാഡിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. വെഹിക്കിൾ സ്ക്വാഡിന് തന്നെ ലേഡി സ്റ്റാഫുകളാണ് കൂടുതൽ. അതിൽ ഒരു 200 കിലോ അല്ലെങ്കിൽ 100 കിലോ ഒക്കെ മേലെ കൂടി കഴിഞ്ഞാൽ 100 കിലോ ഒക്കെ കൂടി കഴിഞ്ഞാൽ 100 കിലോ 200 കിലോ ഒക്കെ കൂടി കഴിഞ്ഞാൽ തന്നെ അവരൊരു ടണ്ണിൻ്റെ പൈസ അവർ ഫൈൻ അടിക്കുന്നു ഓൺലൈനിൽ. അതിൽ പ്രത്യേകിച്ച് വർത്താനം കാര്യങ്ങളൊന്നുമില്ല. അത് 26,000 രൂപ 25,000 രൂപയ്ക്കാണ് ഒരു ഫൈൻ ഇടുന്നത്. അതുക്ക് മേലെ ഒരു ടണ്ണിന് മേലെ പിന്നെ കൂടി കഴിഞ്ഞാൽ 2,000 രൂപ വെച്ച് എക്സ്ട്രാ ഫൈൻ ഇടും. അപ്പം നാസിക് ഭാഗങ്ങളിൽ നിന്നും മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ നിന്നും ഓടുന്ന എല്ലാ വണ്ടിക്കാരും ശ്രദ്ധിക്കുക. വണ്ടികൾ പിടിക്കുന്നുണ്ട്. ഈ മാസം തുടങ്ങി ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വണ്ടികൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേഡി സ്റ്റാഫുകളാണ്. അത് ഒരു സിറ്റിയിലേക്ക് മാത്രം തന്നെ ആയിട്ട് ഒരു 18 ആൾക്കാരാണ്ട് സെപ്പറേറ്റ് സ്ക്വാഡായിട്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. വണ്ടി പിടിച്ചാൽ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പരമാവധി ആരും ഓവർലോഡ് വരാതെ സൂക്ഷിക്കുക, ഓടാതെ സൂക്ഷിക്കുക. പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർക്ക് ബാലൻസ് ഉണ്ടാവില്ല. ആ ഓടി വരുന്ന ട്രിപ്പ് വെറുതെ ആവും. അപ്പോൾ എല്ലാവരും അറിയാത്ത പുതിയതായിട്ട് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര ബോർഡറിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് വരുന്ന വണ്ടിക്കാർ എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടി പിടിക്കുന്നുണ്ട്. വണ്ടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26,000 24,000 ഫൈനാണ്. മാമൂല് കൈക്കൂലി മേടിക്കൽ പരിപാടി ഇല്ല, അവർ നിർത്തലാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. വണ്ടി ഓവർലോഡ് ഓടാതിരിക്കുക. നിയമം സ്ട്രിക്റ്റ് ആയിക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇനി ആരും ഈ കെണിയിൽ ഒന്ന് ചാടാണ്ട് നോക്കുക. 26,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഓടിയാൽ ആ വണ്ടിക്ക് ബാലൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഓവർലോഡ് കയറ്റാതെ ഓടാ. വാപ്പി ഗുജറാത്ത് ഭാഗങ്ങളിൽ നിന്നൊക്കെ പെത്ത് അതേപോലെ തന്നെ നാസിക് സൈഡിലേക്ക് കയറി വരുന്ന വണ്ടിക്കാരൊക്കെ ശ്രദ്ധിക്കുക. മാമൂല് പരിപാടി നിർത്തലാക്കിക്കാണ്. അപ്പോൾ ടണ്ണിന് 26,000 രൂപ ഫൈനിടും. അത് നമ്മൾ പോവാതെ സൂക്ഷിച്ചോളാം. ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. നമ്മുടെ വണ്ടി പിടിച്ചത് 30 വണ്ടി പിടിച്ചു. ആ 30 വണ്ടിയിൽ ഒരു വണ്ടി ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. എനിക്ക് 400 കിലോ കൂടുതലായിരുന്നു. 400 കിലോ കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അവർ സംസാരിക്കേ വേണ്ടെന്ന് പറഞ്ഞു. സംസാരിക്കണ്ട, മാറി നിന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി മാറ്റി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.